ഇപ്പൊ നിനക്ക് റെസ്റ്റ് എടുക്കണ്ടേ? കാരണം ഇപ്പോ ഞാൻ നിന്നെ ഒന്ന് പ്രേമിക്കാൻ പോവാ. അത് ശരി, ഇപ്പൊ ഇതിനൊക്കെ സമയമുണ്ടല്ലേ? ഉറക്കം വരുന്നില്ലേ? നീ അങ്ങനത്തെ ഒരു സംഭവമല്ലേ, എന്റെ ഉറക്കം തന്നെ പൊക്കളഞ്ഞു. ജോസഫ്, ജോസഫ് എഴുന്നേക്ക്. എത്ര നേരം ഉറങ്ങുക? എഴുന്നേക്ക്. എന്താ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്നൊരു ജോലിയില്ല. ഇന്നത്തെ ദിവസം റെസ്റ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് എനിക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. നമ്മൾ മേടിച്ച വീടില്ലേ, ഇതിന്റെ ഇന്റീരിയർ ചെയ്യണം. അത് നീ നോക്കിക്കോ, അതിന്റെ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുക. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാ? ജസ്റ്റ് തിങ്ക്, നിന്റെ ഇൻപുട്ടും കൂടി ഉണ്ടെങ്കിൽ ജോലി എളുപ്പമാവില്ലേ? എന്റെ ഇൻപുട്ട് നാളെ കിട്ടും. ഓക്കെ? ഇത് ശരിയാവില്ലേ കേട്ടോ. ഞാൻ നിന്നോട് മിണ്ടാനേ പോന്നില്ല. അത് നന്നായിരിക്കും, കുറച്ചേരം സമാധാനം കിട്ടുമല്ലോ. എടി, തമാശ പറഞ്ഞേടി. ഇനിയിപ്പോ നിന്നോട് തമാശ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭാര്യയോട് തമാശ പറയാൻ പറ്റുമോ? എനിക്ക് നിന്നോട് മിണ്ടാൻ മനസ്സില്ല. എന്തുവാടി ഇങ്ങനെ? എടി, നിന്റെ പാവം ഭർത്താവ് ഓൾ ദ ടൈം ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ, കുറച്ചെങ്കിലും റെസ്റ്റ് വേണ്ടേ? അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഗോഡ് ഈസ് വാച്ചിങ്. ശരി, നീ ഇപ്പൊ റെസ്റ്റ് എടുത്തോ. പക്ഷെ ഈവനിങ് ഉറപ്പായിട്ടും എന്റെ കൂടെ വന്ന് ഇന്റീരിയറിൽ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇപ്പൊ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. എന്തേ? ഇപ്പൊ നിനക്ക് റെസ്റ്റ് എടുക്കണ്ടേ? കാരണം ഇപ്പോ ഞാൻ നിന്നെ ഒന്ന് പ്രേമിക്കാൻ പോവാ. അത് ശരി, ഇപ്പൊ ഇതിനൊക്കെ സമയമുണ്ടല്ലേ? ഉറക്കം വരുന്നില്ലേ? നീ അങ്ങനത്തെ ഒരു സംഭവമല്ലേ, എന്റെ ഉറക്കം തന്നെ പൊക്കളഞ്ഞു. നമസ്കാരം, ഞാനാണ് കഞ്ചന അവസ്ഥി. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ, പുതിയ കഥയോടൊപ്പം. ജോസഫും റീറ്റയും ഒരു ഹാപ്പിലി മാരിഡ് കപ്പിളായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായിരുന്നു. ഒരു ചെറിയ സിറ്റിയിൽ ജോസഫ് റെന്റൽ കാറുകളുടെ ബിസിനസ് ചെയ്യുകയായിരുന്നു. അവന്റെ പക്കൽ കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കാറ് അവൻ സ്വയം ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ജോസഫ് കഠിനമായി അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. ജോസഫും റീറ്റയും അടുത്തിടെ ഒരു പുതിയ വീട് വാങ്ങിയിരുന്നു. അവിടെ ഇന്റീരിയർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരോ ഒരാൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒളിച്ചും പാത്തും ആരോ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടതുപോലെ ബുർഖ ധരിച്ച ഒരാൾ ഒരു വലിയ ബാഗിൽ എന്തോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ബാഗിനുള്ളിൽ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതേതെങ്കിലും കുറ്റകൃത്യത്തിന്റെ തുടക്കമായിരുന്നോ? എന്നാൽ ആ കുറ്റകൃത്യം ആർക്കാണ് സംഭവിച്ചത്? വരൂ, തുടർന്ന് കാണാം കഥയുടെ ബാക്കി ഭാഗം. നീ എന്തെടുക്ക? നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുക. ഓഹോ, ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കാര്യം ആലോചിക്കാറുണ്ട്. എന്തുമാത്രം അനുഗ്രഹങ്ങളാ ദൈവം എനിക്ക് തരാറുണ്ട്. ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയെ തന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, എന്റെ കാര്യങ്ങൾ നോക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ. ഈ ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഞാൻ ഒരു കുറവും വരുത്തില്ല. നീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, എന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറിയ. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കണം. അങ്ങനൊന്നും പറയരുത്, എനിക്ക് പേടിയാവുന്നു.
നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഞാൻ എന്റെ ആയുസ്സും കൂടി തരും. നിന്റെ ആയുസ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തനിച്ചൊന്നും ജീവിക്കണ്ട. ഉം. ജീവിച്ച നിന്റെ കൂടെ മാത്രം. അതായത് ഈ പറഞ്ഞത് ശരിയാ. ശരി, ഞാൻ എന്റെ വയസ്സ് തിരിച്ചെടുക്കാണ്. എന്നാ തിരിച്ചെടുത്തു. ഉം. പോയാലോ? എങ്ങോട്ട്? ബെഡ്റൂമിലേക്ക്. വീട്. എന്തു പറ്റി? മാറി നിക്ക്. ദേ, ഇതിലെന്താ ഉള്ള? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഒരുപാട് ഭക്ഷണം ജോലിയുണ്ട്. ഉണ്ടാക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നല്ലേ പറയുന്നത്. അദേൽ, 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 അദേൽ. സോറി മാഡം, എനിക്ക് വയ്യായിരുന്നു, കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. 10 മണിയായി അതിൽ. ഇതുവരെ നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നു. തന്നെ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയാ വെച്ചത്, കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനല്ല. മാഡം, എനിക്ക് 2 മിനിറ്റ് തന്നാൽ മതി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഒരാവശ്യമില്ല, ഞാൻ പുറത്തുനിന്ന് എന്തേലും കഴിച്ചോളാം. ആ പിന്നെ മേലാൽ ഇനി ഇങ്ങനെ ചെയ്തു പോരുത്. ചെയ്താൽ തനിക്ക് പിന്നെ ജോലി ഉണ്ടാവില്ല, ഇറക്കി വിടും ഞാൻ. ഞാനൊന്നും പറയുന്നില്ലെന്നും വെച്ച് ഇനി അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. സോറി മാഡം. എന്താ ദൈവമേ, എനിക്ക് സ്നേഹം തോന്നിയത് ഇവരോടാ. എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയല്ലോ. എന്നെങ്കിലും ഇവരെന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമോ? അതിനു മുമ്പ് എന്നെ കൊല്ലൂന്നാ തോന്നുന്നത്. മുംതാസ് മാഡം, ഉം. അത് എനിക്ക് നാളെ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ വേറെ ക്യാബ് വിളിച്ചോളാം. നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ, എനിക്ക് നേരത്തെ പോകണം. ഏയ്, അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ വേറൊരു ഡ്രൈവറിനെ അറേഞ്ച് ചെയ്ത് തന്നാ പോരെ. ഓ, സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു. വിട്, വിടന്നെ. എന്തായി കാണിക്കുന്നേ? ഇനി ഇങ്ങനെങ്ങാനും ചെയ്താലുണ്ടല്ലോ, ജീവനോട് കുഴിച്ചു മൂടിഞ്ഞ. മാഡം, എന്തു പറ്റി? നിങ്ങൾ ഓക്കെ അല്ലേ? ഒന്നുമില്ല. നിങ്ങളെന്താ ഇവിടെ? അത് നിങ്ങളുടെ മൊബൈല് വണ്ടിയിൽ വെച്ച് മറന്നിരുന്നു, അത് തിരിച്ചു തരാൻ വന്നതാ. താങ്ക് യു. മുംതാസ് വിശാല ചിന്താഗതിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഒരു വലിയ കമ്പനിയിൽ നല്ലൊരു സ്ഥാനത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. വീട്ടുജോലികളും വീടിന്റെ കാര്യങ്ങളും നോക്കുന്നതിനായി ആദിൽ എന്ന ഒരു യുവാവിനെ അവൾ തന്റെ കൂടെ ജോലിക്ക് വെച്ചിരുന്നു. മുംതാസ് ആദിലിനെ ഒരു കെയർടേക്കർ എന്ന നിലയിൽ മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ ആദിൽ തന്റെ മനസ്സിൽ മുംതാസിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അവളെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. ജോസഫ് പലപ്പോഴും മുംതാസിനെ അവളുടെ ഓഫീസിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പും ചെയ്യാറുണ്ടായിരുന്നു. മുംതാസ് അവന്റെ സ്ഥിരം ക്ലയന്റ് ആയിരുന്നു. ഒരു ദിവസം മുംതാസ് തന്റെ ഫോൺ കാറിൽ വെച്ച് മറന്നിരുന്നു. അത് തിരികെ നൽകാനായി ജോസഫ് അവളുടെ വീട്ടിലെത്തിയപ്പോൾ മുംതാസ് ആദിലിനോട് വളരെ ദേഷ്യപ്പെടുന്നതും വല്ലാത്ത ദേഷ്യത്തിൽ ആദിലിനെ തല്ലുന്നതും അവൻ കണ്ടു. അടുത്ത ദിവസം തന്നെ ജോസഫ് മുംതാസിനോട് അതിന്റെ കാരണം ചോദിച്ചു. ആദിൽ തന്നെ അനുചിതമായി സ്പർശിക്കാൻ ശ്രമിച്ചു എന്നാണ് മുംതാസ് പറഞ്ഞത്. തുടർന്ന് കാണാം. എന്തുപറ്റി? സാറേ, വലിയ സൂട്ട് കേസിൽ പെണ്ണിന്റെ ശവം കിട്ടിയിട്ടുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ബോഡി ആരുടേതാണെന്ന് മനസ്സിലായോ? സാറേ, ബോഡി ഏതോ മുംതാസ് എന്നുള്ള പേരുള്ള പെൺകുട്ടിയുടെ ഏതോ വലിയ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യായിരുന്നു. മർഡർ വെപ്പൺ? സാറേ, അവരുടെ കഴുത്ത് ഞെരിച്ചാ കൊന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ ബാഗിനകത്ത് കുത്തിക്കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടു. ഈ ബോഡിയുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സർ. പക്ഷെ ബോഡിയുടെ അടുത്തുനിന്ന് ഒരു ബുർഖ കിട്ടി. അതൊരു പക്ഷേ ആ പെണ്ണിന്റെ ആയിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് സർ, എനിക്ക് തോന്നുന്നു രാത്രി തന്നെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നാ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്. ഈ പെണ്ണിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് വലിയ ബാഗുമായി നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചുറ്റും അന്വേഷിക്കുക. അടുത്ത CCTV ഉണ്ടെങ്കിൽ അതിന്റെ ഫുട്ടേജും കൂടെ എടുത്തോ. ഓക്കെ സർ. സാറേ, ബാഗിനെ ഡ്രാഗ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. റോഡ് മുഴുവൻ വലിച്ചടിച്ചതിന്റെ പാടുണ്ട്. സർ, ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ഭാരമുള്ള ഒരു ബാഗ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ പാതി വഴി വണ്ടി ഓടിച്ചു വന്നിട്ട് പിന്നെ ബാഗ് വലിച്ചോണ്ട് വന്നാണെങ്കിൽ. റൈറ്റ് സർ. ഒരു കാര്യം ചെയ്യ്,
ഈ പെണ്ണിന്റെ ഓഫീസിലേക്ക് പോയിട്ട് അവൾക്ക് ആരെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യ്. ചിലപ്പോൾ ഇതായിരിക്കും മർഡറിന് കാരണം. യെസ് സർ. എന്തു പറ്റി? സാറേ, ഇത് മുംതാസിന്റെ വീടാ, പൂട്ടിയിരിക്കുക. അടുത്ത് CCTV ക്യാമറ വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. ഓക്കെ സർ. കതവ് പൊട്ടിക്ക്. യെസ് സർ. ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്യണം. മർഡർ ഇവിടെ വെച്ചാണ് സംഭവിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തെളിവുകൾ കിട്ടും. യെസ് സർ. സാറേ, ഇത് കണ്ടില്ലേ സാർ? ഇതേതോ ആണുങ്ങളുടെ ഡ്രസ്സാ. എന്ന് വെച്ചാൽ വേറെ ആരോ താമസിക്കുന്നുണ്ട്. അതാരാന്ന് അന്വേഷിക്കേ. ഓക്കെ സാർ. മുംതാസിന്റെ ജീവിതത്തിലെല്ലാം സാധാരണ രീതിയിലാണ് പോയത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം വിജനമായ റോഡരികിൽ ഒരു ബാഗിനുള്ളിൽ മുംതാസിന്റെ ബോഡി പോലീസ് കണ്ടെത്തി. എന്നാൽ മുംതാസിനെ കൊലപ്പെടുത്തിയത് ആരായിരിക്കും? ആ ബുർക്കയ്ക്ക് പിന്നിൽ ആരായിരുന്നു? പുരുഷനോ സ്ത്രീയോ? ആദിൽ എവിടെയാണ്? മുംതാസിനോട് ആദിൽ മോശമായി പെരുമാറാൻ ശ്രമിച്ചതും അതിനു പിന്നാലെ വൈകാതെ മുംതാസിന്റെ മൃതദേഹം റോഡരികിൽ കണ്ടെത്തിയതെല്ലാം വെറും യാദൃശികം മാത്രമാണോ? യാദൃശികമാണെങ്കിൽ ആദിൽ പെട്ടെന്ന് എങ്ങോട്ടാണ് അപ്രത്യക്ഷനായത്? മുംതാസിനെ കൊലപ്പെടുത്തിയത് ആദിൽ തന്നെയാണോ? പോലീസ് മുംതാസിന്റെ ഓഫീസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ മുംതാസിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഓഫീസിലുള്ളവർക്ക് അധികം വിവരങ്ങളൊന്നുമില്ലെന്ന് കൃത്യമായി മനസ്സിലായി. മുംതാസ് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആരോടും അധികം സംസാരിക്കാറുമില്ലായിരുന്നു. ആഹാ, ഇന്ന് നേരത്തെയാണല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെയാണല്ലോ വരുന്നത്. അതെന്താന്ന് വെച്ചാല് ഞാനൊരു മാമിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകാറുണ്ടല്ലോ. പുള്ളിക്കാരുടെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ പോയപ്പോ വീടും പൂട്ടിയിരിക്കുന്നു. എവിടെ പോയാന്ന് ഒരു പിടിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് അവധിയായില്ലേ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡ്രൈവേഴ്സ് ചെയ്യും. വാവ്, എന്നാ വേഗം വാ, വീട്ടുജോലിയിൽ എന്നെ ഒന്ന് സഹായിക്ക്. അവധിയുള്ള ദിവസം നിന്നെ സ്നേഹിക്കാന്ന് മാത്രമാണ് എന്റെ ജോലി. ശരി, ഒരു കാര്യം ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്ന് പുറത്തു പോവാം. എങ്ങോട്ടാ പോവാ? നമ്മുടെ ഹണിമൂണിന് നമ്മൾ എവിടെയാണോ പോയത് അവിടെ. ഹാപ്പി? സോറി, കഥവ് തുറന്നിരുന്നോണ്ട് ഞാൻ അങ്ങ് കയറി. നിങ്ങളുടെ പേരാണോ ജോസഫ്? അതെ സർ, ഞാനാ ജോസഫ്. സർ വരൂ, ഇരിക്കൂ. പറയൂ സർ, വന്നതിന്റെ കാര്യം എന്താ? മിസ്റ്റർ ജോസഫ്, മുംതാജ് മരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ മുംതാസ് മാഡത്തിന്റെ മർഡർ എങ്ങനെ സംഭവിച്ചേ? ഞാൻ പുള്ളിക്കാരുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു, ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതെ, പുള്ളിക്കാരുടെ ബോഡി ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയേ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരെങ്കിലും ആയിട്ട് അവർക്കുള്ള കണക്ഷൻ അവരുടെ മർഡറുമായി ലിങ്ക് ആയിട്ടുണ്ടെന്ന്? സർ, അത് ആദിലാണ്. ആദിൽ മുംതാജിന്റെ വല്ല ബോയ്ഫ്രണ്ട് ആയിരുന്നു? ഇല്ല, ബോയ്ഫ്രണ്ട് അല്ല. ആദിൽ മുംതാസ് മാഡത്തിന്റെ കെയർടേക്കർ ആയിരുന്നു. പുള്ളിക്കാരുടെ കൂടെ താമസിച്ച് എല്ലാം നോക്കി നടത്തുന്ന പുള്ളിയായിരുന്നു. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. സാർ, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഷർട്ട് കണ്ടില്ലേ, അത് ഈ പറയുന്നവന്റെ തന്നെ ആയിരിക്കും. ഈ ആദിലിനെ പറ്റി സംശയം തോന്നാൻ കാരണം? സാറേ, അന്ന് മുംതാസ് മാഡത്തിന്റെ മൊബൈൽ എൻ്റെ കാറിൽ മറന്നു വെച്ചിരുന്നു. അപ്പം ഞാൻ ആ മൊബൈൽ തിരിച്ചു കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ആദിലിന്റെ മുംതാസിന്റെ വഴക്ക് നടക്കുകയായിരുന്നു. എന്നിട്ട് മുംതാസ് മാഡം ആദിലിന് ഒരു അടിയും കൊടുത്തു. എന്തുകൊണ്ട്? അത് അടുത്ത ദിവസം ഞാൻ മാഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ആദിൽ പുള്ളിക്കാരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ മുംതാസ് മാഡത്തിനെ കല്യാണത്തിന് പ്രപ്പോസും ചെയ്തു. ഈ ആദിലിന്റെ നമ്പർ കിട്ടാൻ വഴിയുണ്ടോ? അതെ സാർ, ഞാനിപ്പോൾ തരാം. അവന്റെ നമ്പർ വേഗം ട്രേസ് ചെയ്യണം കേട്ടോ. സാർ,
ജോസഫിനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ആദിൽ മുംതാസിനോട് ബലമായി പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്ന്, അതായത് അവളെ അനുചിതമായി സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന്. ഇതിനെ തുടർന്ന് മുംതാസും ആദിലും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഒരുപക്ഷെ അതിന്റെ പ്രതികാരമായിട്ടാകാം ആദിൽ മുംതാസിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സംശയിച്ചു. പോലീസ് ആദിലിന്റെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അത് നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മുംതാസിന്റെ വീടിന് സമീപം അവന്റെ ലൊക്കേഷൻ കണ്ടെത്തി. പോലീസ് തങ്ങളുടെ ടീമിനോടൊപ്പം ഒരു കെണിയൊരുക്കി. ഒടുവിൽ ആദിലിനെ പിടികൂടുകയും ചെയ്തു. പറ, നീ മുംതാജിനെ എന്തിനാ കൊന്നേ? സർ നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ എത്ര തവണ പറയാൻ ഞാൻ മുംതാജിനെ കൊന്നിട്ടില്ലെന്ന്? നിങ്ങൾ അതേ ചോദ്യം എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? കാരണം നീയാ അവളെ സ്നേഹിച്ച്. നിന്റെ വൃത്തികെട്ട നോട്ടം അവളുടെ മേലെയായിരുന്നു. എന്നിട്ട് നീ അവളെ തെറ്റായ രീതിയിൽ തൊടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാ അവൾ നിന്നെ തല്ലിയേ. അതിൽ നിന്റെ ഈഗോ ഹേർട്ടായപ്പോ അവളോട് പകരം ചോദിക്കാൻ നീ അവളെ കൊന്ന് പെട്ടിയിലാക്കി കിണറ്റിലിട്ടു അല്ലേ? ഇല്ല സർ, നിങ്ങൾ ഈ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കും സർ. ഞാൻ അവളെ കൊന്നിട്ടില്ല സർ. ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്കുന്നു. അടുത്ത വീട്ടിലെ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാഡത്തിന് ആരോ കൊന്നെന്ന്. ആദ്യം നിങ്ങൾ എന്നെ പിടിക്കുമെന്ന് എനിക്ക് ഷുവറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെ. എന്നെ വിശ്വസിക്കും സർ, ഞാനല്ല കൊന്നേ. സാറേ, ഇതാണ് CCTV ഫുട്ടേജ്. എടീ, ഗെറ്റിംഗ് ലേറ്റ്. എന്തെടുക്കുക? അതാ വരുന്നു. എന്തിനാ തിരക്കൂട്ടുന്നേ? ലുക്കിംഗ് വെരി പ്രിറ്റി. വാ, ലെറ്റ്സ് ഗോ. പിന്നെ ജോസഫ് സാർ, മർഡറൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടേക്കാ? സാറ്, ഞാൻ ആരുടെ മർഡർ ചെയ്തിട്ടില്ല സാർ. സർ, ഞങ്ങള് വെക്കേഷൻ ആഘോഷിക്കാൻ പോവുക. എന്റെ ഭർത്താവ് ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതിപ്പോ ജോസഫ് സാർ പറഞ്ഞിരുന്നേ. ഇല്ല സാർ, ഞാൻ ആരും മർഡർ ചെയ്തിട്ടില്ല സാർ. ഡെഡ് ബോഡി പെട്ടിക്കകത്തിട്ട് വലിച്ചോണ്ട് പോകുന്നത് CCTV ഫുട്ടേജിൽ ഞങ്ങൾക്ക് കിട്ടി. അതിൽ കാണുന്ന വാച്ച് അത് തൻ്റെതാ. ആൻഡ് മർഡർ സ്പോട്ടിനടുത്തുള്ള പെട്രോൾ പമ്പില് മർഡർ ചെയ്തതിന് ശേഷം താൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനിയും പ്രൂഫുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് ചെയ്ത തെറ്റ് സമ്മതിക്കുന്നത് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ മൂന്നാം മുറ പ്രയോഗിച്ച് ഞങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരും. പറയടാ. സാറേ, ഞാൻ മുംതാസ് മാഡത്തിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാനും തുടങ്ങി സാർ. പക്ഷേ മുംതാസിന് എൻ്റെ ഭാര്യയെപ്പറ്റി അറിയാൻ സാധിച്ചു. നീ എന്നെ ചതിക്കുകയായിരുന്നോ? സ്വന്തം ഭർത്താവല്ലെന്ന് കരുതി ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചതാ. എന്നിട്ട് ഞാൻ അറിയാതെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? വിടൂ റീത്ത മാഡം, ദയവീത് അയാളൊന്ന് വിടൂ പ്ലീസ്. സോ മുംതാസ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ഭാര്യയോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ലൈഫ് നശിപ്പിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും അവൾ മനസ്സിലാക്കിയില്ല സർ. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൽ എൻ്റെ സ്വയം നില മറന്ന് എന്നിട്ട് അവളെ കഴുത്ത് ഞെരിച്ച് നീ കൊന്നു. സാറേ, ഞാൻ മുംതാസിനെ കൊല്ലാനല്ല അത് ചെയ്തേ. അത് ഞാൻ അറിയില്ല. ഇപ്പൊ അറിയിച്ചു തരാം. ജീവിതകാലം മുഴുവൻ ജയിലിൽ എങ്ങനെ ജീവിക്കണമെന്ന്. അറസ്റ്റ് ചെയ്യുവന്. വാ, നടക്ക്. ജോസഫും മുംതാസും രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി. ജോസഫ് ഓൾറെഡി വിവാഹിതനാണെന്ന കാര്യം മുംതാസ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം മുംതാസ് ജോസഫിനെ പിന്തുടർന്ന് രഹസ്യമായി അവന്റെ വീട്ടിൽ കയറി.
അവിടെ ജോസഫ് മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലേർപ്പെടുന്നത് കണ്ടു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ആ സ്ത്രീ ജോസഫിന്റെ ഭാര്യ റീറ്റയാണെന്ന് മനസ്സിലായത്. അത് കേട്ട മുംതാസിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായി. ജോസഫിന്റെ യഥാർത്ഥ മുഖം എല്ലാവരെയും അറിയിക്കാൻ മുംതാസ് തീരുമാനിച്ചു. എന്നാൽ ജോസഫ് കോപാകുലനായി മുംതാസിനെ തന്നെ ഈ ലോകത്തുനിന്ന് യാത്രയാക്കി. പിന്നീട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ബുർഖയുടെ സഹായത്തോടെ മുംതാസിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റി. കുറ്റകൃത്യം എത്ര തന്ത്രപൂർവ്വം ചെയ്താലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത്തരം കൂടുതൽ കഥകൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.